അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലുള്ള ആദരണീയനായ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റും നമ്മുടെ ഈ മഹത്തായ ഫാമിലി കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത PN അബ്ദുൽ ലത്തീഫ് മദനി, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഹംസക്കുട്ടി സലഫി, മറ്റു സാരഥികളെ, ഈ സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന രക്ഷിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ ഫാമിലി കോൺഫറൻസ് അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഈ പ്രോഗ്രാം ഇത്രയും മനോഹരമായി ഇവിടെ സംഘടിപ്പിച്ചതിൻ്റെ പിന്നിൽ വളരെ വലിയ കഠിനാധ്വാനങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. എത്രയോ മാസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഒരു പ്രവർത്തനത്തിൻ്റെ പരിസമാപ്തിയാണ് നാം കാണുന്നത്. ഇതിൻ്റെ അണിയറയിലും അരങ്ങിലും എല്ലാം ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന ഓരോ വീട്ടിലെ അംഗങ്ങളും ഈ ദിവസം പലരും കാത്തിരിക്കുകയായിരുന്നു. അത്രമേൽ കുടുംബരംഗത്ത് ഒട്ടനവധി വെല്ലുവിളികൾ പലരും ജീവിതം കൊണ്ട് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പുതുനഗരത്ത് നടക്കുന്ന ആ ഫാമിലി കോൺഫറൻസിന് എനിക്കും എൻ്റെ കുടുംബത്തിനും പങ്കെടുക്കണം എന്ന് നേരത്തെ തീരുമാനിക്കുകയും അതിന് വാഹനങ്ങൾ ഏർപ്പാട് ചെയ്യുകയും ഒക്കെ ചെയ്ത, അങ്ങനെ ഇവിടെ എത്താൻ വേണ്ടി ഇന്ന് രാവിലെ മുതൽ മറ്റു കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് വാഹനം കയറി അതിനുവേണ്ടി ആളുകളെ കോർഡിനേറ്റ് ചെയ്ത് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ പ്രത്യേകം ഇവിടെ അഭിനന്ദിക്കുകയാണ്. ഇതെല്ലാം ഒരു സ്വാലിഹായ അമലായി അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ഈ സമ്മേളനത്തിന് കൃത്യമായ ഒരു മാർഗരീതിയുണ്ട്. ഇത് മൂന്നാമത്തെ സമ്മേളനമാണ്. ഒന്നാമത്തേത് മലപ്പുറം ജില്ലയിൽ 3 സോണുകളായിട്ടാണ് ഫാമിലി കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്. അതിൽ മലപ്പുറം ഈസ്റ്റ് സോണിൻ്റെ ഫാമിലി കോൺഫറൻസ് നിലമ്പൂരിൽ വെച്ച് നടക്കുകയുണ്ടായി. അതിനുശേഷം കണ്ണൂർ ജില്ലയുടേത് കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിയിൽ വെച്ച് സംഘടിപ്പിച്ചു. മൂന്നാമത്തേതാണ് പാലക്കാട് ജില്ലയുടേത് ഇന്ന് പൊതുനഗരത്ത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനത്തിന് പ്രത്യേകമായ ലക്ഷ്യമുള്ളതുപോലെ തന്നെ ആ ലക്ഷ്യം നേടിയെടുക്കുവാൻ 4 പ്രഭാഷണങ്ങളാണ് ഇതിൽ സംവിധാനിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ സംസാരം നമ്മൾ കേട്ട് കഴിഞ്ഞു. കുടുംബം വലിയ വെല്ലുവിളികൾ നേരിടുന്നു എന്ന യാഥാർത്ഥ്യത്തെ വളരെ ഹ്രസ്വമായി പ്രിയപ്പെട്ട സുഹൃത്ത് നിഷാദ് സലഫി നിങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കുകയുണ്ടായി. ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചും അതിൻ്റെ ഇന്നലകളെക്കുറിച്ചും അതേറ്റവും മുന്നിൽ വെക്കുന്ന അതിൻ്റെ ഏകദൈവ വിശ്വാസം എന്ന അടിസ്ഥാന ആദർശത്തെ സംബന്ധിച്ചുമെല്ലാം ബഹുമാന്യനായ നമ്മുടെ പ്രസിഡന്റ് PN അബ്ദുൽ ലത്തീഫ് മദനിയും നമ്മോട് സംവദിക്കുകയുണ്ടായി. ഇനി എനിക്കിവിടെ നിർവഹിക്കാനുള്ള ദൗത്യം, നമ്മൾ നേരത്തെ നിഷാദ് സലഫിയോടെ സംസാരിച്ചപ്പോൾ വലിയൊരു അസ്വസ്ഥത പലരുടെ മനസ്സിലും കടന്നുകൂടിയിട്ടുണ്ടായിരിക്കും. കുടുംബം വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ട്, വെല്ലുവിളി അനുഭവിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ പറയാതെ തന്നെ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്ന് പല രക്ഷിതാക്കളും ഈ പ്രഭാഷണം നടക്കുമ്പോൾ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരിക്കും. സ്വന്തം മകളെക്കുറിച്ച് ഓർക്കുന്നുണ്ടായിരിക്കും, സ്വന്തം മകനെ സംബന്ധിച്ച് ആലോചിക്കുന്നുണ്ടാകും. കഴിഞ്ഞ ആഴ്ചയോ കഴിഞ്ഞ മാസമോ നമ്മുടെ വീടകങ്ങളിലുണ്ടായ, നമ്മുടെ കല്യാണ സന്ദർഭങ്ങളിൽ, നമ്മുടെ കല്യാണങ്ങളിലുണ്ടായ പല അനിഷ്ട സംഭവങ്ങളും നാം ഇപ്പോൾ മനസ്സിലേക്ക് ഓർത്തെടുക്കുന്നുണ്ടാകും. വിവാഹം കഴിഞ്ഞ്
ആ വിവാഹം നല്ല രീതിയിൽ മുന്നോട്ട് പോകാത്തതിൻ്റെ അസ്വസ്ഥതകളുമായി ഈ കുടുംബ സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്ന ധാരാളം ഉമ്മമാരുണ്ട്, പെങ്ങന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. അവർക്കൊക്കെ അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ അവിടെ എല്ലാവരുടെ മനസ്സിലും ഇപ്പോൾ ഒരു ചോദ്യചിഹ്നം, എന്താണ് ഇതിനൊക്കെ പരിഹാരം എന്നത് തന്നെയാണ്. ആ പരിഹാരത്തിലേക്ക് സൂചന നൽകിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്തായിരുന്നാലും എൻ്റെ സംസാരത്തിന് 35 മിനിറ്റാണ് എൻ്റെ സമയം. ആ സമയം ആകുമ്പോഴേക്കും ബാങ്ക് കൊടുക്കും. അതുകൊണ്ട് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് ഞാൻ അതിൻ്റെ 1-ാമത്തെ ഭാഗം അവിടെ അവസാനിപ്പിക്കും. പിന്നെ നമസ്കാര ശേഷം അത് പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ സംസാരത്തിന്റെ ആദ്യ ഭാഗം കേട്ട ശേഷമാണ് നമ്മൾ നമ്മുടെ ഒളു എടുക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ എഴുന്നേൽക്കേണ്ട. അതിനൊക്കെ നിങ്ങൾക്ക് സമയം നൽകും. വെറുതെ ധൃതി പിടിച്ച് നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ വന്ന കാര്യം നമുക്ക് നടക്കൂല. അത് ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ കുടുംബം നേരിടുന്ന വെല്ലുവിളികൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉയരുന്ന ഒരു മനോഭാവം ഇനി എന്ത് ചെയ്യും എന്ന് തന്നെയാണ്. പേഴ്സണൽ സംസാരങ്ങളിൽ പലരും പറയാറുള്ളത്, ഇനിയുള്ള കാലം ഇങ്ങനെയൊക്കെ ആയിരിക്കും, നമ്മൾ ഇനി എന്ത് ചെയ്യും, നമ്മുടെ ചെറുപ്പകാലം ഒന്നുമല്ല ഇപ്പോൾ, കാലം മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും കാലത്തിൽ കെട്ടിവെക്കാറാണ് പലപ്പോഴും പതിവ്. എനിക്ക് ഈ ഫാമിലി കോൺഫറൻസിൽ വന്നു ചേർന്ന ഇത് ഓൺലൈനിൽ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം, ആദ്യം നമ്മൾ തിരുത്തേണ്ട മനോഭാവം അത് തന്നെയാണ്. അത് മനുഷ്യന്റെ ഒരു പ്രത്യേക സ്വഭാവമാണ്. നമുക്കൊരു പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം മറ്റെന്തിലെങ്കിലും ചാർത്തുക എന്നിട്ട് രക്ഷപ്പെടുക എന്നതാണ്. അപ്പൊ കുടുംബത്തിലെ പ്രശ്നം രക്ഷിതാവിന് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല, ഉമ്മക്കത് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ എന്തു പറയാ, ഇത് പുതിയ കാലമാണ്, അതുകൊണ്ട് ഈ കാലത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ ആവുള്ളൂ, നമ്മളെ ചെറുപ്രായം എന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി കുട്ടികൾ പറയുന്നതിന്റെ പിന്നാലെയാണ് പോകല്ലാതെ നമ്മൾ എന്ത് ചെയ്യാനാ എന്ന ആ ചോദ്യം എഡിറ്റ് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്താന്ന് ചോദിച്ചാൽ, കാലത്തെ കുറ്റം പറയൽ അള്ളാഹുവിനെ കുറ്റം പറയുന്നതിന് തുല്യമാണ് എന്ന ബോധം വിശ്വാസികൾക്കുണ്ടാകണം. ആദമിന്റെ സന്തതി യസുബുദ്ദഹർ, അവൻ കാലത്തെ കുറ്റം പറയും എന്നാ മനസ്സിലാക്കിക്കോ, വ അനദ്ദഹർ എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. ഞാനാണ് കാലമെന്ന്, അള്ളാഹുവാണ് കാലം. അതുകൊണ്ട് നിങ്ങൾ കാലത്തെ കുറ്റം പറയരുത്. കെട്ട കാലം എന്നൊക്കെ സാധാരണ ആളുകൾ പറയാറുണ്ട്. എന്നാൽ അവിടെ വലിയൊരു ആരോപണമാണ് നമ്മൾ ചാർത്തുന്നത്. കാലത്തിനല്ല കുഴപ്പം, ഓരോ കാലഘട്ടത്തിലും ജീവിക്കുന്ന മനുഷ്യർക്കാണ് കുഴപ്പം. ആ മനുഷ്യർ നിലപാടുകൾ മാറ്റുകയാണ് വേണ്ടത് എന്ന ഉത്തമമായ ഒരു ബോധ്യത്തിൽ നിന്നായിരിക്കണം ഫാമിലി കോൺഫറൻസിൽ തിരിച്ചറിവുകളുടെ തീരങ്ങളിലേക്ക് നമുക്ക് നടന്നെടുക്കാൻ സാധിക്കേണ്ടത് എന്നാണ് ഒന്നാമതായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. മറ്റൊന്ന്, ആളുകൾ പറയുന്നത് എല്ലാവരും അങ്ങനെയാണ്, ഞാൻ മാത്രമായി എങ്ങനെ വിട്ടുനിൽക്കും എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് വലിയൊരു സമൂഹം ഇവിടെ സ്ത്രീകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ കൂടെ അവരുടെ മക്കളുമുണ്ട്. ഡിഗ്രിക്ക് പഠിക്കുന്ന, പ്ലസ് ടുവിന് പഠിക്കുന്ന പെൺകുട്ടികളുണ്ട്. ആ പെൺകുട്ടികളോട് ഇന്ന് നിങ്ങളുടെ ഡ്രസ്സ് ശരിയല്ല മോളെ, പുരുഷന്മാരുടെ ഡ്രസ്സ് സ്ത്രീകൾക്ക് ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുത്താൽ, നിന്റെ ബാഗിൽ ഒരിക്കലും ഈ കോസ്മെറ്റിക് വസ്തുക്കൾ കൊണ്ടുപോയി സ്കൂളുകളിലും കോളേജുകളിലും എത്തിച്ച് ഒഴിവ് കിട്ടുന്ന സമയത്ത് അത് ചുണ്ടിലും കണ്ണിലും തേക്കുന്ന രീതി പാടില്ല. മറ്റുള്ളവർ കാണാൻ വേണ്ടി അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത് ജാഹിലിയ സംസ്കാരമാണ്. അത് നമുക്ക് പറ്റിയതല്ല. അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസിലേക്ക് വസ്ത്രമെടുക്കാൻ വേണ്ടി കുടുംബസമേതം പോകുമ്പോൾ നമ്മുടെ മക്കളുടെ കണ്ണ് ടൈറ്റുള്ള ജീൻസിലേക്കാണ് പലപ്പോഴും പോകുന്നത്. ഒരു അരവരെ മാത്രമുള്ള ഒരു ഷർട്ടാണ്, ഒരു നിക്കറാണ് പലപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടൊരു മഫ്തയും ചുറ്റിക്കഴിഞ്ഞാൽ അത് ഇസ്ലാമിന്റെ ഹിജാബായി എന്നാണ് ഇന്ന് പുതിയൊരു ട്രെൻഡായി കടന്നു വരുന്നത്. മോളെ അത് ഇടണ്ട, അത് നമുക്ക് പാടില്ലാത്തതാണ് എന്ന് ഉമ്മ പറഞ്ഞു കൊടുത്താൽ, ഉപ്പ പറഞ്ഞു കൊടുത്താൽ, ആ കുട്ടി തിരിച്ചു പറയുന്ന കാര്യം എന്താ? എന്താ ഉമ്മ നിങ്ങൾ പറയുന്നത്?
എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെയാണ്, എൻ്റെ ക്ലാസ്സിലുള്ളവരുടെ എല്ലാ ഡ്രസ്സും ഇങ്ങനെയാണ്, ഞാൻ മാത്രമേ ഈ പാൻസ് ധരിക്കാത്തതുള്ളൂ, അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ധരിക്കുമ്പോ ഞാൻ മാത്രം എങ്ങനെ അതില്ലാതെ പോകും എന്ന് അല്പം വിങ്ങലോടുകൂടി വിഷമത്തോടുകൂടി ആ കുട്ടി മാതാപിതാക്കളുടെ മുമ്പിൽ പ്രശ്നം പറയുമ്പോ നിവൃത്തികേടുകൊണ്ട് അവസാനം ഉമ്മ പറയാണ്, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ, അല്ലാതെ എന്താ ചെയ്യാ, ഞങ്ങളുടെ കാലൊന്നും അല്ലല്ലോ എന്ന ഒരു പരാതിയും പരിഭവവും പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ഒരു കാരണവശാലും ചെയ്യരുതെന്ന് പറഞ്ഞ ആൺവേഷം കെട്ടുന്ന പെണ്ണിനെയും പെൺവേഷം കെട്ടുന്ന ആണിനെയും ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നുവെന്ന സ്വഹീഹായ ഹദീസ് നിലനിൽക്കെ അത് പള്ളി മിമ്പറുകളിൽ നിന്ന് കേൾക്കുകയെ അതെല്ലാം മറന്നുകൊണ്ട് എന്റെ മകളുടെ ഇഷ്ടത്തിന് ഞാൻ നിന്നുകൊടുക്കുകയാണ് എന്ന് തീരുമാനിക്കേണ്ടുന്ന ഗതികേടിലാണ് ഇന്നിവിടെ വന്നിരിക്കുന്ന രക്ഷിതാക്കൾ ഉള്ളത് എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ പറയുന്നത് അതും നമ്മൾ തിരുത്തേണ്ട ഒരു നിലപാടാണ്. ഒരു കാര്യം ഒരു വിശ്വാസി സ്വീകരിക്കേണ്ടത്, എന്റെ കുടുംബത്തിലുള്ളവർ എന്ത് ചെയ്യുന്നു, എന്റെ സ്കൂളിലുള്ളവർ എന്ത് ചെയ്യുന്നു, എന്റെ നാട്ടുകാരെന്ത് ചെയ്യുന്നു, കൂടുതൽ ആളുകൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിക്കൊണ്ടല്ല വിഷയങ്ങളെ തീരുമാനിക്കേണ്ടത്. ഞാൻ പെൺമക്കളോട് ആൺകുട്ടികളോട് ഈ ആയത്ത് നമ്പർ നോട്ട് ചെയ്യാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. സൂറത്ത് മാഇദയിലെ 5-ാം അധ്യായം 103-ാമത്തെ ആയത്ത് നിങ്ങൾ ചെന്ന ശേഷം വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷയെടുത്ത് അതൊന്ന് വായിക്കണം, അതിന്റെ വിശദീകരണം വായിക്കണം. അതുമായി ബന്ധപ്പെട്ട മറ്റു ആയത്തുകളും ഹദീസുകളിലേക്കും നിങ്ങളുടെ ശ്രദ്ധ പോകണം. എന്താണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്? നമ്മുടെ ബെഞ്ചിലുള്ള ഒരുപാട് കുട്ടികൾ ചെയ്യുന്നത് പോലെ ചെയ്യണമെന്നാണോ ഖുർആനിന്റെ താക്കീത്? ഒരുപാട് ആളുകൾ ഒരു കാര്യം ചെയ്താൽ അത് നല്ലതായി മാറുമെന്നാണോ ഖുർആൻ പഠിപ്പിക്കുന്നത്? ഖുൽ ലാ യസ്തവിൽ ഖബീസ് വത്വയ്യിബ് വലൗ അഅജബക കസറത്തുൽ ഖബീസ് ഫത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബ് ലഅല്ലകും തുഫ്ലിഹൂൻ. നബിയെ പറയുക, ചീത്തയും നല്ലതും അഥവാ ദുഷിച്ചതും വിശിഷ്ടമായതും ഒരിക്കലും തന്നെ സമമാവുകയില്ല. ചീത്തയുടെ പെരുപ്പം നിന്നെ ആശ്ചര്യപ്പെടുത്താനും ശരി, വലൗ അഅജബക കസറത്തുൽ ഖബീസ്, ആ അധർമ്മം എത്ര വലുതായി വന്നാലും എത്ര കൂടുതൽ ആളുകളായി ചെയ്താലും അത് നിന്നെ അത്ഭുതപ്പെടുത്തിയാലും ശരി, അതൊരിക്കലും തന്നെ നന്മയായി മാറുന്നില്ല. അതുകൊണ്ട് ബുദ്ധിമാന്മാരെ, ബുദ്ധിയുള്ളവരെയാണ് ഖുർആൻ വിളിക്കുന്നത്. യാ ഉലിൽ അൽബാബ്, ഏ ബുദ്ധിമാന്മാരെ, ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഫത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. എന്റെ അടുത്തിരിക്കുന്നവർ, എന്റെ ബെഞ്ചിലിരിക്കുന്നവർ, എന്റെ ക്ലാസ് റൂമിലുള്ളവർ ഏത് രൂപത്തിൽ ഒഴുകുന്നു അതുപോലെ ഒഴുകേണ്ടവരല്ല ഞാൻ എന്ന ബോധമാണ് ഈ ഫാമിലി കോൺഫറൻസിന് ഒരു പരിഹാരമായി നൽകാനുള്ള സന്ദേശം. എന്താ ഒഴുകുന്നവരോടൊപ്പം ഒഴുകിയാൽ ഉണ്ടാവുക? ഒഴുകുന്നവരോടൊപ്പം പോയാൽ എത്തിച്ചേരുന്നത് എവിടെയാണെന്നോ അവിടെ എത്തിച്ചേർന്ന ആളുകൾ വിലപിക്കുന്ന വാചകമാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്. നാളെ പരലോകത്ത് നരകാഗ്നിയിലേക്ക് ഒരുപാട് മനുഷ്യന്മാരെ തള്ളിവിടും, സ്വർഗത്തിലേക്കും ഒരുപാട് ആളുകളെ പ്രവേശിപ്പിക്കും. എല്ലാവരും ഒന്നിച്ച് ജീവിച്ചവരാണ്. എന്തേ നിങ്ങൾ നരകത്തിൽ പോകാൻ കാരണം എന്ന് നരകക്കാരോട് ചോദിക്കുമ്പോ ആ നരകക്കാര് പറയുന്ന ഏതാനും ചില മറുപടികൾ ഉണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മറുപടി, കണ്ണ് തുറന്ന് നിങ്ങൾ കാണണം, കാത് തുറന്ന് നമ്മുടെ മക്കൾ കേൾക്കണം. എന്താ ഒന്നാമത് പറയുന്ന മറുപടി? ഞങ്ങളായിരുന്നു ഈ സമൂഹം ഒഴുകുന്നവരോടൊപ്പം ഞങ്ങൾ അങ്ങനെ ഒഴുകി. എന്റെ ബെഞ്ചിലിരിക്കുന്നവർ ലിപ്സ്റ്റിക് ഇട്ടപ്പോ, കോസ്മെറ്റിക്സ് ഉപയോഗിച്ചപ്പോ ഞാനും അത് ഉപയോഗിച്ചു. എന്റെ കൂടെ നടക്കുന്നവർ ജീൻസിന്റെ പാൻസ് ഇട്ട്, ലെഗിങ്സ് ഇട്ട്, ശരീരത്തിന്റെ വർണ്ണഭാവങ്ങൾ മറ്റുള്ള പുരുഷന്മാരുടെ മുമ്പിൽ കഴിഞ്ഞാടിയപ്പോ ഞാനും അങ്ങനെ കാണിച്ചു. മ്യൂസിക്കിന്റെ അകമ്പടി കോളേജിന്റെ വരാന്തകളിൽ നിന്ന് കേട്ടപ്പോ അവിടെ വെച്ചുകൊണ്ട് ആൺ പെൺ കൂടിക്കലർന്നുകൊണ്ട് DJ പാർട്ടിയിൽ ഞാനും പങ്കെടുത്തു. അവിടെ നിന്ന് തുള്ളി അങ്ങേയറ്റം ഞാൻ അതിന് വേണ്ടി കളിച്ചു. എന്താ ന്യായം? ഇസ്ലാം അനുവദിക്കുന്നു എന്നതല്ല, എന്റെ സുഹൃത്തതിൽ പങ്കെടുത്തു എന്നതാണ്, എന്റെ കൂട്ടുകാരതിൽ പങ്കെടുത്തു എന്നതാണ്. അതെ, അങ്ങനെ
ഞാൻ എൻ്റെ മരച്ചുവട്ടിലേക്ക് പോയപ്പോ എൻ്റെ സുഹൃത്തുക്കൾ അവിടെ വട്ടം കൂടിയിരിക്കുന്നുണ്ട്. അവരുടെ പോക്കറ്റിൽ ഒരു വെളുത്ത പൊടിയുണ്ട്. ആ പൊടി അവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അത് ഹാൻഡ്സ് ആണ്, അത് പാൻപരാഗാണ്, അതുമല്ല മറ്റു സിന്തറ്റിക് ലഹരികളാണ്. ആ ലഹരികൾ അവർ ഉപയോഗിച്ചു നോക്കിയപ്പോ ഞാനും എൻ്റെ സുഹൃത്തുക്കൾ ചെയ്യുന്നു. എൻ്റെ ക്ലാസ്സിൽ 10-40 ആളുകളുണ്ട്, അവരെല്ലാവരും അത് ഉപയോഗിക്കുന്നു. ഞാനായിട്ട് എന്തിനു മാറി നിൽക്കണം എന്ന് വിചാരിച്ച് ഞാൻ അതിന്റെ കൂടി. അങ്ങനെ നമ്മുടെ നാട്ടിൽ കാണുന്നതിന്റെ കൂടെയൊക്കെ കൂടിച്ചേർന്നപ്പോ അവസാനം എത്തിയത് ഒഴുകുന്നവരോടൊപ്പം ഞങ്ങൾ ഒഴുകി. അങ്ങനെയാണ് ഈ നരകത്തിൽ ഞങ്ങൾ എത്തിപ്പെട്ടത്. പിന്നെയോ പ്രതിഫല നടപടിയുടെ ദിവസത്തെ ഞങ്ങൾ വ്യാജമാക്കുകയും ചെയ്തു. അതേ പള്ളി മെമ്പറുകളിൽ വെച്ചുകൊണ്ട് നമുക്ക് ഉത്ബോധനങ്ങൾ വന്നു. ഫാമിലി കോൺഫറൻസുകൾ സംഘടിപ്പിച്ച് വാഹനങ്ങളിൽ നമ്മൾ കയറി കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഇതുപോലെയുള്ള വിശാലമായ മൈതാനിയിൽ നമ്മളെ കൊണ്ടുവന്നിരുത്തി ഈ ആയത്തുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓതിക്കൽപ്പിച്ചപ്പോ അതാ മറ്റൊരു വഴിയിലൂടെ നമുക്ക് മെസ്സേജ് വന്നു. നമ്മുടെ റീലുകളിലൂടെ, നമ്മുടെ ടിക്ടോക്കുകളിലൂടെ സന്ദേശങ്ങൾ വന്നു. എന്താണ് ആ സന്ദേശം? ഇത് അടിച്ചു പൊളിക്കുവാനുള്ള ലോകമാണ്, ഇനി ഒരു ലോകമൊന്നും വരാനില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും വിശ്വസിക്കേണ്ട, നിങ്ങൾ അടിച്ചു പൊളിച്ചോളൂ എന്ന സന്ദേശം കടന്നു വന്നു. അതേ, ഇനി രണ്ടാമതൊരു ലോകമുണ്ട് എന്ന വസ്തുതയെ നമ്മൾ നിരാകരിച്ചു. പ്രതിഫല നടപടിയുടെ ദിവസത്തെ ഞങ്ങൾ വ്യാജമാക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇന്ന് നരകത്തിലെത്തിപ്പെട്ടത്. ഈ പോക്ക് ഏതുവരെ പോയി? അങ്ങനെ മരണമാകുന്ന ആ ഉറപ്പ് വന്നെത്തുന്നതുവരെ ഞങ്ങൾ ആ കാര്യങ്ങളിൽ അഭിരമിച്ചു പോയി. ആക്സിഡന്റ് സംഭവിച്ചതുവരെ, അറ്റാക്ക് ഉണ്ടായതുവരെ, ക്യാൻസർ പിടിപെട്ടതുവരെ, അഥവാ പെട്ടെന്ന് ഈ ലോകത്തോട് വിട പറയുന്നതുവരെ ഞാനതാ ആ അവസ്ഥയിൽ ജീവിച്ചു പോയി. അതുകൊണ്ടാണ് ഇതാ ഞങ്ങൾ ഈ നരകാഗ്നിയിൽ എത്തിപ്പെട്ടത് എന്ന വിലാപമാണ് ആ നരകത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ആളുകൾ നിർവഹിക്കുന്നത്. അതുകൊണ്ട് ഈ ഫാമിലി കോൺഫറൻസിൽ വന്ന എല്ലാ ഉമ്മമാരോടും, എല്ലാ പെങ്ങന്മാരോടും, എല്ലാ ഉപ്പമാരോടും, എല്ലാ മക്കളോടും ഇതാ നമ്മൾ പറയുന്ന കാര്യം, നിങ്ങൾ ഇന്നൊരു വലിയ കാര്യം തിരുത്തണം. എല്ലാവരും ചെയ്യുന്നുവെന്നത് ഒരു വിശ്വാസിക്ക് ചെയ്യുവാനുള്ള ലൈസൻസ് അല്ല. കാലം ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കാലത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് നമുക്കതിന്റെ കൂടെ ഒഴുകിക്കൂടാ. നമുക്ക് തിരിച്ചു നടക്കണം, നമുക്ക് തിരിച്ചൊഴുകണം. അതിനു വേണ്ടിയുള്ള ഈമാൻ ആർജിക്കുന്നതിന് വേണ്ടിയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരളത്തിന്റെ തെക്കു നിന്ന് വടക്ക് വരെ അതിന്റെ മുക്കുമൂലകളിലൂടെ ഈ ഫാമിലി കോൺഫറൻസിന്റെ സന്ദേശവുമായി കടന്നു പോകുന്നത്. അതിനോടൊപ്പം നമുക്ക് ചേർന്ന് നിൽക്കാം. കാലത്തെ കുറ്റം പറഞ്ഞ് ഉത്തരവാദിത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. എല്ലാവരും ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ പോയാൽ നമ്മൾ സ്വർഗത്തിലേക്കല്ല എത്തുക, അത് നരകാവകാശികളുടെ ലക്ഷണമാണ് എന്നതും നാം സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മുടെ പുതിയ തലമുറയിൽ നരകം, സ്വർഗം എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ മരണം എന്നെല്ലാം പറയുമ്പോൾ അതൊക്കെ കുറേ സമയമായിട്ടല്ലേ മരിക്കുക. പിന്നെ നരകവും സ്വർഗവും ഒക്കെ അതൊരു ആലങ്കാരികമായി പറഞ്ഞതാണ്, അങ്ങനെ തന്നെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നൊക്കെ പറഞ്ഞ് വരാനിരിക്കുന്ന ആ ജീവിതത്തെ നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണെന്ന് പുതിയ തലമുറ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. മൈ ബോഡി മൈ റൈറ്റ് എന്നാണ്. എൻ്റെ ശരീരം എൻ്റെ അവകാശമാകുന്നു എന്ന്. അത് ചെറിയൊരു വാക്കാണ്. എന്താ അപ്പം അതിലുള്ള അപകടം എന്നൊരു പക്ഷേ നമ്മൾ വിചാരിക്കും. അതിൻ്റെ അപകടം വളരെ വലുതാണ്. വലിയൊരു ആശയമാണ് അതിലൂടെ സന്നിവേശിക്കപ്പെടുന്നത്. ഒരൊറ്റ എക്സാമ്പിൾ പറയാം. ഒരു കുട്ടിയോട് നമ്മൾ പറയണം, നീ ലഹരി ഉപയോഗിക്കാൻ പാടില്ല, അതിന് ഇന്ന ദൂഷ്യവശങ്ങളുണ്ട്, അത് നിൻ്റെ ശാരീരിക അവയവങ്ങളെ ഇല്ലാതെയാക്കും, കുടുംബം ശിഥിലമാക്കും, സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്താലും നിൻ്റെ പാൻക്രിയാസിന് പ്രശ്നം വരും, നിൻ്റെ ഹൃദയത്തിന് പ്രശ്നം വരും, കരളടിച്ചു പോകും. ഇതൊക്കെ പറഞ്ഞാലും ഈ കുട്ടികൾക്ക് അത് യേശൂല. അതിന് കാരണം എന്താണെന്നറിയോ? അവരെ മനസ്സിൽ ഈ ആശയമാണ്. എന്ത്? മൈ ബോഡി മൈ റൈറ്റ്. എൻ്റെ ശരീരം എൻ്റെ അവകാശമാണ്. അതുകൊണ്ട് എൻ്റെ ശരീരത്തിൽ എന്തു കുത്തിവെക്കണം, ഞാൻ എന്ത് കഴിക്കണം എന്നത് ഞാനാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് എൻ്റെ പാൻക്രിയാസ് അടിച്ചു പോവുകയാണെങ്കിൽ, എൻ്റെ കരൾ പോവുകയാണെങ്കിൽ അത് പോയിക്കോട്ടെ. കാരണം എന്താ? ജീവിതം ഒന്നല്ലേ ഉള്ളൂ. ആ ഒരു ജീവിതം എപ്പോഴാണ് അവസാനിക്കാമെന്നും പറയാൻ കഴിയില്ല. അപ്പം അത് അവസാനിക്കുന്നതിന് മുമ്പ് പരമാവധി അടിച്ചു പൊളിക്കുകയാണ് ഞാൻ. ഇതാണ് ആശയം.
അപ്പം ഇങ്ങനെ ആശയം മനസ്സിലുള്ള ഒരാളോട് നമ്മൾ മദ്യത്തിൻ്റെ അല്ലെങ്കിൽ ലഹരിയുടെ അതിൻ്റെ തിക്തഫലം എത്ര പറഞ്ഞു കൊടുത്താലും അവരെ തലയിൽ കയറൂല. പ്രണയത്തിൻ്റെ നൂലാമാലകളിൽപ്പെട്ട് ആടിയുലയുന്ന കുറേ കുടുംബങ്ങളുണ്ട്, മക്കളുണ്ട്. പല പെൺകുട്ടികളും, ഇപ്പോൾ ഒരു പെൺകുട്ടി നമുക്കറിയാം പ്രണയിച്ച ആളെ കല്യാണം കഴിക്കാൻ സാധ്യമാകാതെ സ്ത്രീധനത്തിൻ്റെ പേരിൽ അവസാനം ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. തെക്കൻ ജില്ലയിൽ വലിയ ചർച്ചയാണത്. എന്നിട്ടും ആ കുട്ടി അതിൽ നിന്ന് പിറകോട്ട് വന്നില്ല. കനത്ത സ്ത്രീധനം ചോദിച്ചിട്ടും എന്നെയല്ല സ്നേഹിക്കുന്നത്, എൻ്റെ പണത്തെയാണ് സ്നേഹിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും ആ കുട്ടി ആ പ്രണയത്തിൽ നിന്ന് തിരിച്ചു പോകുന്നില്ല. അപ്പം ഈ പ്രണയവും ലഹരിയും ഇതുപോലുള്ള സംഗതികളൊന്നും തിരിച്ചു പോരാത്ത എന്താണെന്ന് ചോദിച്ചാൽ, ജീവിതമൊക്കെ ഒന്നേ ഉള്ളൂ, അതാ മാക്സിമം അടിച്ചു പൊളിക്കുക എന്നുള്ളത് തന്നെ. ഇതാണ് ഇന്ന് പുതുതലമുറയിൽ എത്തിച്ചിരിക്കുന്ന ഒരു സന്ദേശം. ഈ സന്ദേശം മനസ്സിൽ വെച്ച ഒരു കുടുംബത്തിന്, ഒരു കുട്ടിക്ക് ഒരു അധാർമിക കാര്യത്തിൽ നിന്നും പുറകോട്ട് പോകാൻ കഴിയില്ല. അപ്പം എന്താണ് ശരിയായ പരിഹാരം എന്ന് പറയുന്നത്? ജീവിതം ഇതല്ല, ഇതൊരു പരീക്ഷണമാണ് എന്ന യഥാർത്ഥ വസ്തുതയെ ലോകത്തിൻ്റെ മുമ്പിൽ പഠിപ്പിക്കണം. അത് പഠിപ്പിക്കാനാണ് നമ്മൾ ഈ ഫാമിലി കോൺഫറൻസ് വിളിച്ച് മക്കളെല്ലാവരെയും ഇതുപോലെ വിളിച്ച് വരുത്തി പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളെ മനസ്സിൽ ഓർത്തു വരുന്നുണ്ടാകും, മരണത്തിന് ശേഷം ജീവിതമോ, രണ്ടാമതൊരു ജീവിതമോ, അതെങ്ങനെയാണ് സംഭവിക്കുക എന്നൊരു പക്ഷേ നമ്മൾ ചില ആളുകളെങ്കിലും ചിന്തിക്കുന്നുണ്ടാകും. അങ്ങനെ സംശയിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സംശയത്തിന് ദൂരീകരണം നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. എന്താ രണ്ടാമതൊരു ജീവിതം ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് ഞാൻ പറയുന്നു. അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിന് തെളിവ്. ഒരു പക്ഷേ വിശ്വാസികളല്ലാത്ത, ഖുർആനിൽ വിശ്വസിക്കാത്ത ആളുകൾ പോലും എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പുതുനഗരത്ത് ഇങ്ങ് കണ്ണെത്താത്ത ആ ദൂരത്ത് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആളുകളിൽ പലരും നാട്ടുകാരുണ്ട് എന്നാണ് ഞാൻ തിരിച്ചറിയുന്നത്. ഒരുപാട് വിവിധ മതക്കാരും വിവിധ ജാതിക്കാരും വിവിധ വിശ്വാസക്കാരും ഒക്കെ ഈ നാടിലും ഓൺലൈനിലൊക്കെ കേൾക്കുന്നുണ്ട്. അവരൊക്കെ ഒരു പക്ഷേ വിചാരിക്കുന്നുണ്ടാവും, രണ്ടാമതൊരു ജീവിതം എന്ന് പറയുന്നത് ഖുർആൻ പറഞ്ഞു എന്നതുകൊണ്ട് സംഭവിക്കുന്ന എന്താ ഉറപ്പ്? ആ ചോദ്യം ന്യായമാണ്. കാരണം ഒരു പുസ്തകത്തിൽ ഒരു എഴുതി വെച്ചു എന്നുള്ളത് കൊണ്ട് അത് സംഭവിക്കുമോ? എന്നാൽ അവിടെ നമുക്ക് പറയാനുള്ളൊരു മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ വേദഗ്രന്ഥമാണ്. ആ വേദഗ്രന്ഥത്തിൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം തന്നെ ഇന്ന് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നാൽ അത് തന്നെ മറ്റൊരു വിഷയമായി മാറുമെന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ഒരൊറ്റ വിഷയം മാത്രം ഞാൻ പറയാം. എങ്ങനെയാണ് ഒരു മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞുണ്ടാകുന്നത് എന്ന ചോദ്യത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വൈദ്യശാസ്ത്രം കൊടുത്ത മറുപടി വളരെ വിചിത്രമായിരുന്നു. ഇന്ന് അത് ഞാൻ ഈ സദസ്സിൽ പറഞ്ഞാൽ നിങ്ങൾ പൊട്ടിച്ചിരിക്കും. കാരണം അത്രക്കും ഭീമാബദ്ധമായിരുന്നു. സ്ത്രീകൾക്ക് മെൻസസ് സമയത്തുണ്ടാകുന്ന ആ ബ്ലഡിൽ നിന്നാണ് കുഞ്ഞുണ്ടാകുന്നത് എന്ന് വരെയുള്ള അധമമായ ചിന്തകളാണ് പണ്ട് കാലത്ത് വൈദ്യശാസ്ത്രം വെച്ച് പുലർത്തിയിരുന്നത്. അന്ന് സ്കാനിങ് ഇല്ല, ആധുനികമായ മിഷനറി സംവിധാനങ്ങളില്ല, ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ഊഹങ്ങളാണ്. പുരുഷന്റെ ബീജത്തിൽ നേരത്തെ ഒരു കുഞ്ഞിൻ്റെ രൂപമുണ്ട് എന്നും അത് പിന്നെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ പോയി അത് കുഞ്ഞായി വളർന്നു വരികയാണ് എന്ന അബദ്ധ ചിന്തയാണ് മറ്റൊരു ശാസ്ത്രീയ വിഭാഗം വെച്ചു പുലർത്തിയിരുന്നത്. എന്നാൽ ഇന്ന് ഗർഭിണിയായത് മുതൽ ടെസ്റ്റ് ആരംഭിക്കും. നമ്മളെല്ലാവരും അതിന് ഹോസ്പിറ്റലുകളിൽ പോകാറുണ്ട്. 2 ആഴ്ച 3 ആഴ്ച അല്ലെങ്കിൽ ഓരോ മാസം കൂടുമ്പോൾ സ്കാനിങ് എടുക്കാറുണ്ട്. കളർ ഫോട്ടോ തന്നെ നമുക്ക് കിട്ടും. ഓരോ ആഴ്ചയും ആ കുട്ടിയുടെ വളർച്ച എങ്ങനെയുണ്ട് എന്നത്. എന്താണ് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്? അതിലൊന്ന് മനസ്സിലായത്, മനുഷ്യനുണ്ടാകുന്നത് അവൻ്റെ കളിമണ്ണിൻ്റെ സത്തയിൽ നിന്നാണ്, ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ്. മനുഷ്യൻ്റെ സത്ത് മൊത്തം പരിശോധിച്ചു നോക്കിയാൽ മണ്ണിലുള്ള മൂലകങ്ങളും പിന്നെ വെള്ളവുമാണ് അതിലുള്ളത് എന്ന് ഇന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഒരു ഇന്ദ്രിയത്തുള്ളിയായിരുന്നു ആദ്യം മനുഷ്യൻ എന്നതാണ്. പിന്നെ അത് കുറച്ച് ആഴ്ചകൾ ഇങ്ങനെ വളർന്നു വലുതായി കഴിഞ്ഞാൽ അതൊരു രക്തപിണ്ഡമായി, ഒരു രക്തത്തിൻ്റെ ഒരു ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒരു സാധനമായിട്ട് അത് ആ ഗർഭപാത്രത്തിൻ്റെ ഭിത്തിയിൽ നമുക്ക് കാണാം. കുറച്ചുകൂടി ആഴ്ച കഴിഞ്ഞാൽ പിന്നെ അതൊരു മാംസകഷ്ണമാവും. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞാൽ അത് അസ്ഥി ഉണ്ടാകും. പിന്നെ അതിനെ മാംസം കൊണ്ട് പൊതിയും.
പിന്നെ ഒരു 9 മാസമോ 10 ദിവസമോ ആയാൽ ഒരു മനുഷ്യൻ്റെ രൂപമാവും. ഇതാണല്ലോ ഇപ്പോൾ നമുക്ക് ആ സ്കാനിങ് റിപ്പോർട്ടുകളിലൂടെ എല്ലാവർക്കും കാണാൻ കഴിയുന്നത്. എൻ്റെ ചോദ്യം, ഈ സ്കാനിങ് റിപ്പോർട്ടോ ഈ വൈദ്യശാസ്ത്രമോ ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഈ ഖുർആൻ അവതീർണമാകുന്നത്. അത് ഇറങ്ങുന്നത് ആർക്കാ? അക്ഷരാഭ്യാസമില്ലാത്ത, എല്ലാവരും അടിവരയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. വൈദ്യശാസ്ത്രം പഠിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, എഴുത്തും വായനയും പോലും അറിയാത്ത നിരക്ഷരനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. അതിൽ സൂറത്തുൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞിട്ട് ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ എങ്ങനെയാണ് ഒരു കുഞ്ഞ് അതിൻ്റെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ രൂപം കൊള്ളുന്നത് എന്ന് വിശദമായി പരാമർശിക്കുന്നുണ്ട്. ആ പരാമർശിക്കുന്ന വാക്കുകൾ, വാചകങ്ങൾ മാത്രം ഞാനിവിടെ ഉദ്ധരിക്കാം. നിങ്ങളിത് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ കയ്യിൽ സ്കാനിങ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ചിത്രവും അതിൻ്റെ രൂപവും ഞാൻ ഈ ഓതുന്ന ആയത്തിലുള്ള ഭാഗങ്ങളും തമ്മിലൊന്ന് തട്ടിച്ചു നോക്കിയാൽ മതി. എന്താ ഖുർആൻ പറഞ്ഞത്? വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, നിശ്ചയമായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് കളിമണ്ണിന്റെ സത്തയിൽ നിന്നാകുന്നു. ثم جعلناه نطفة في قرار مكين, പിന്നീട് ഭദ്രമായ ഒരു പേടകത്തിൽ അഥവാ ഗർഭപാത്രത്തിൽ ആ നുത്ഫയെ അഥവാ ഇന്ദ്രിയത്തുള്ളിയെ നാം നിക്ഷേപിച്ചു. ثم خلقنا النطفة, പിന്നീട് ആ നുത്ഫയെ, ആ ഇന്ദ്രിയത്തുള്ളിയെ അലഖതൻ, അതൊരു രക്തപിണ്ഡമാക്കി മാറ്റി, പറ്റിച്ചേർന്ന് ഒരട്ട പോലെ തൂങ്ങി നിൽക്കുന്ന ഒരു സാധനമാക്കി. ഫഖലഖനൽ അലഖത, പിന്നീട് ആ രക്തപിണ്ഡത്തെ മുൽഗതൻ, ഒരു മാംസപിണ്ഡമാക്കി മാറ്റി. ഫഖലഖനൽ മുൽഅത, പിന്നീട് ആ മാംസപിണ്ഡത്തെ ഇളാമ, അസ്ഥിയായി മാറ്റി. ഫകസൗനൽ ഇളാമ ലഹ്മാ, പിന്നീട് ആ അസ്ഥിയെ മാംസം കൊണ്ട് പൊതിഞ്ഞു. പിന്നെയോ മാസങ്ങൾ പുറകോട്ട് പോയപ്പോ ثم أنشأناه خلقا آخر, പിന്നീട് മറ്റൊരു സൃഷ്ടിയായി, ഒരു മനുഷ്യന്റെ രൂപത്തിലായി അതിനെ നാം വളർത്തി വലുതാക്കുകയും ചെയ്തു. എന്നിട്ട് അല്ലാഹ് പറയാണ്, ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, ഇത്രയും മനോഹരമായി നന്നായി സൃഷ്ടിച്ച ആ അള്ളാഹുവിന് തന്നെയാകുന്നു എല്ലാ അനുഗ്രഹങ്ങളും. എന്നിട്ടോ അവിടെ അവസാനിപ്പിച്ചില്ല. ഇപ്പം എന്തു മനസ്സിലായി? എൻ്റെ ചോദ്യം എത്രയേ ഉള്ളൂ, നിങ്ങൾ ഇന്ന് ഇവിടുന്ന് പോയിട്ട് ചിന്തിച്ചാലും മതി. എങ്ങനെയാണ് എഴുത്തും വായനയും അറിയാത്ത, വൈദ്യശാസ്ത്രത്തിൻ്റെ ആദ്യാക്ഷരങ്ങൾ പോലും പഠിക്കാത്ത, സ്കാനിങ് കണ്ടുപിടിച്ചിട്ടില്ലാത്ത ആ കാലഘട്ടത്തിൽ ജീവിച്ച പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത്രയും വ്യക്തവും കൃത്യവുമായ രീതിയിൽ ഇത് പറയാൻ കഴിഞ്ഞു? ഒരൊറ്റ മറുപടി മാത്രമേ ഉള്ളൂ, ഇത് മനുഷ്യനെ സൃഷ്ടിച്ച സ്രഷ്ടാവിൻ്റെ വാചകങ്ങളാണ്, വചനങ്ങളാണ് വിശുദ്ധ ഖുർആൻ. ഇത് ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാർക്കും ഇതുപോലെ വേദഗ്രന്ഥം കൊടുത്തിട്ടുണ്ട്. അതിൽ അവസാനത്തെ വേദഗ്രന്ഥമാണ് ഖുർആൻ എന്ന് പറയുന്നത്. ഖുർആൻ കേൾക്കുമ്പോൾ അത് മുസ്ലിങ്ങളെ ഗ്രന്ഥമാണ് എന്ന് പലരും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. അത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ഗ്രന്ഥമല്ല, ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്കുള്ള മാർഗദർശന ഗ്രന്ഥമാകുന്നു ഖുർആൻ എന്നാണ്. വിശുദ്ധ ഖുർആൻ നിർദ്ദേശങ്ങൾ പറയാൻ വേണ്ടി ആളുകളെ വിളിക്കുന്നുണ്ട്. വിളിക്കുമ്പോൾ കൂടുതൽ വിളിക്കുന്നത് എങ്ങനെയാ? യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ എന്നാണ്. ആ വിളിയുടെ പരിധിയിൽ മതമുള്ളവനും മതമില്ലാത്തവനും, പണക്കാരനും പാവപ്പെട്ടവനും, അധികാരമുള്ളവനും ഇല്ലാത്തവനും, ഇന്ത്യക്കാരനും അമേരിക്കക്കാരനും, അങ്ങനെ തുടങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിയുന്ന മനുഷ്യരെ മുഴുവൻ ചേർത്ത് വിളിക്കാൻ ഖുർആൻ ഉപയോഗിക്കുന്ന പദാവലിയാണ് യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ ആരാണോ സൃഷ്ടിച്ചത്, നിങ്ങളുടെ മുമ്പുള്ളവരെ ആരാണോ സൃഷ്ടിച്ചത്, അവനെ മാത്രം നിങ്ങൾ ആരാധിക്കണമെന്നാണ് ഖുർആനിന്റെ ഒന്നാമത്തെ പ്രമേയം. നിങ്ങൾ മുസ്ലിങ്ങളുടെ ദൈവത്തെ ആരാധിക്കണമെന്നല്ല, നിങ്ങൾ ഏതെങ്കിലും വിഭാഗത്തിന്റെ ദൈവത്തെ ആരാധിക്കണമെന്നല്ല. നിങ്ങളെ ആര് സൃഷ്ടിച്ചുവോ, നിങ്ങളുടെ അച്ഛനെ ആര് സൃഷ്ടിച്ചുവോ, നിങ്ങളുടെ മുത്തച്ഛനെ ആര് സൃഷ്ടിച്ചുവോ, ഈ അണ്ടകടാഹത്തെ ആര് സൃഷ്ടിച്ചുവോ, ഈ സൂര്യനെ ആര് സൃഷ്ടിച്ചുവോ, ചന്ദ്രനെ ആര് സൃഷ്ടിച്ചുവോ, ആ സൃഷ്ടാവിനെയാണ് മനുഷ്യർ മുഴുവനും ആരാധിക്കേണ്ടത് എന്ന
വർഗീയതയില്ലാത്ത, വിഭാഗീയതയില്ലാത്ത എല്ലാ ഐക്യത്തിന്റെ സന്ദേശമാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ഇത് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പൊ ആ ഖുർആനാണ് പറയുന്നത് എന്ത്, മനുഷ്യ ഉണ്ടായത് എങ്ങനെയാണ്. അതൊന്നും നമ്മൾ അംഗീകരിക്കണില്ലേ? ആർക്കെങ്കിലും വിയോജിപ്പുണ്ടോ? ഏതെങ്കിലും വിദ്യാർത്ഥിക്ക് വിയോജിപ്പുണ്ടോ? ഇല്ല എന്ന് നമ്മൾ സമ്മതിക്കുന്നുവെങ്കിൽ സഹോദരങ്ങളെ, ഇതോടുകൂടി ജീവിതം അവസാനിക്കുമായിരുന്നെങ്കിൽ ഈ ഫാമിലി കോൺഫറൻസിന്റെ ആവശ്യമില്ല, പള്ളികളുടെ ആവശ്യമില്ല, മതത്തിന്റെ ആവശ്യമില്ല, ധർമ്മത്തിന്റെ ആവശ്യമില്ല, സത്യവും അസത്യവും വേർതിരിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എല്ലാ ധർമ്മങ്ങളും ചെയ്യാമായിരുന്നു. എന്നാൽ ഖുർആൻ തൊട്ടടുത്ത ആയത്തിൽ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിതൂൻ. നിങ്ങളെല്ലാവരും ഇങ്ങനെ മാതാവിന്റെ ഗർഭപാത്രത്തിലൂടെ വളർന്നു വന്ന് അത് പ്രസവിച്ച് ഈ ഭൂമുഖത്തേക്ക് വന്ന് പിന്നെ ബാല്യജീവിതം, കൗമാര ജീവിതം, വാർദ്ധക്യകാലം പിന്നിട്ട് പിന്നെ നിങ്ങളെല്ലാവരും മരിക്കുക തന്നെ ചെയ്യും. ആർക്കെങ്കിലും അതിന് സംശയമുണ്ടോ? മരിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? സംശയമില്ല എന്ന് മാത്രമല്ല, എൻ്റെ ഈ സംസാരം അവസാനിപ്പിച്ച് ഞാനിവിടെ ഇരിക്കുന്നു എനിക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. ഡോക്ടറുടെ അടുത്ത് ഏറ്റവും സീരിയസ് ആയിട്ട് രോഗിയെ എത്തിച്ചു. ഡോക്ടർക്ക് ആരോഗ്യവാനാണ്. പക്ഷേ പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന വിവരം എന്താ? ഡോക്ടർ കുഴഞ്ഞു വീണ് മരിച്ചു എന്നാണ്. മറ്റു ഡോക്ടർമാർ ആ സർജറി പൂർത്തീകരിച്ചു, രോഗി രക്ഷപ്പെടുകയും ചെയ്തു. എന്തേ കാര്യം? അവിടെ ഒരിക്കലും തന്നെ ആ മരണം എപ്പോഴാന്ന് ആ ഡോക്ടർക്ക് പോലും അറിഞ്ഞില്ല. അവൻ മരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ മരണത്തോടു കൂടി ജീവിതം അവസാനിക്കുമായിരുന്നുവെങ്കിൽ നമ്മളിവിടെ ഒരുമിച്ച് കൂടണ്ട, ഫാമിലി കോൺഫറൻസ് വേണ്ട, മതം വേണ്ട, ഒന്നും വേണ്ട, എങ്ങനെയും ജീവിക്കായിരുന്നു, അടിച്ചു പൊളിക്കാമായിരുന്നു. എന്താ അതിനുശേഷമുള്ള ആയത്ത്? ഹുമ്മ ഇന്നക്കും, നിങ്ങൾ അതിനുശേഷം യൗമൽ ഖിയാമത്തി തുബ്അസൂൻ, ഖിയാമത്ത് നാളിൽ നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് വരിക തന്നെ ചെയ്യും. മരണത്തിന് ശേഷം ഖബർ ജീവിതമുണ്ട്, അവിടെ വിചാരണയുണ്ട്, ചോദ്യമുണ്ട്. അതിനുശേഷം രണ്ടാമത് നാളെ പരലോകത്ത് എഴുന്നേറ്റ് വരും. വഇദൽ ജഹീമു സുഇറത് വഇദൽ ജന്നത്തു ഉസ്ലിഫത്. അവിടെ ഒരു ഭാഗത്ത് കത്തിജ്വലിക്കുന്ന നരകം ആളിയാളിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും, മറുഭാഗത്ത് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്വർഗം അടുത്തടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് അലിമത്തു നഫ്സും മാ അഹ്ളറത്, ഓരോ നഫ്സും, ഓരോ മനുഷ്യനും, അവൻ ഹിന്ദുവാകട്ടെ, മുസ്ലിമാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, മതമുള്ളവനാകട്ടെ, മതമില്ലാത്തവനാകട്ടെ, ആരാകട്ടെ, അവൻ എല്ലാവരും അവിടെ വെച്ച് ആലോചിക്കും, ഈ സ്വർഗത്തിലേക്ക് പോകാൻ എൻ്റെ അടുക്കൽ എന്തുണ്ട്, ഈ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ എൻ്റെ അടുക്കൽ എന്തുണ്ട് എന്ന് ഓരോരുത്തരും ചിന്തിക്കുന്ന ഒരു സമയം വരാനുണ്ട്. അത് നരകവും സ്വർഗവും ഇല്ല എന്ന് പറഞ്ഞ ആളുകളും കാണാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യമാണത്. അപ്പൊ ഈ ലോകം പിന്നെ എന്തിനുള്ളതാ? ഇത് പരീക്ഷാഹാളാണ് സുഹൃത്തുക്കളെ. ഇത് പരീക്ഷ എഴുതാൻ വന്നതാണ് നമ്മളെ ആ പരലോകത്താണ് നമുക്ക് ശാശ്വതമായി ജീവിക്കാനുള്ളത്. അതുകൊണ്ട് ഇവിടെ വിവാഹമില്ലാത്തവർക്ക് അവിടെ പരലോകത്ത് വിവാഹമുണ്ട്, ഇവിടെ രോഗമുള്ളവർക്ക് അവിടെ രോഗമില്ലാത്ത ജീവിതമുണ്ട്, ഇവിടെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് പ്രയാസമില്ലാത്തൊരു ജീവിതം നാളെ പരലോകത്ത് വരാനുണ്ട്. ഇവിടെ തീവ്രവാദത്തിന്റെ പേരിൽ, ഭീകരവാദത്തിന്റെ പേരിൽ, വർഗീയതയുടെ പേരിൽ രാജ്യം വെട്ടിമുറിക്കപ്പെടുമ്പോൾ അതിൻ്റെ അസ്വസ്ഥതകളൊന്നുമില്ലാത്തൊരു ലോകം നമുക്ക് കിട്ടാനുണ്ട്. ഫലസ്തീനിൽ പിഞ്ചു മക്കൾ ആ ബോംബ് വർഷത്തിന് കീഴിൽ പ്രയാസപ്പെടുമ്പോൾ ആ മക്കളൊക്കെ മരിച്ചു പോയാലും അവർക്ക് നാളെ സ്വർഗത്തിൽ ഒരു ജീവിതമുണ്ട്. ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ആ സ്വർഗമുണ്ട് എന്ന യാഥാർത്ഥ്യം, നരകമുണ്ട് എന്ന സത്യം, അത് മനുഷ്യന്മാർ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ പ്രപഞ്ച സൃഷ്ടാവിന് ഒതുങ്ങി ജീവിക്കും. ഇന്ന് നമ്മൾ അച്ചടക്കമുള്ളവരാകാൻ വേണ്ടി ചെയ്യുന്ന കാര്യം എന്താ? CCTV ക്യാമറകൾ വെക്കുക എന്നുള്ളതാണ് ഇപ്പം എല്ലാവരും ചെയ്തൊരു കാര്യം. അഥവാ ഇത് നിരീക്ഷിക്കുന്ന ഒരു സംവിധാനം ഉണ്ട് എന്ന് വന്നാൽ മര്യാദക്ക് വണ്ടി ഓടിക്കും, മര്യാദക്ക് നമ്മൾ ജീവിക്കും, ഓഫീസിൽ കൃത്യമായി ഹാജരാകും. എന്നാൽ അതൊക്കെ ഇലക്ട്രോണിക് സാധനങ്ങളാ കേടുവരും. എന്നാൽ ഒരു കേടുപാടും വരാതെ സദാസമയവും നമ്മളെ നിരീക്ഷിക്കുന്ന ഒരു പടച്ചോണ്ട് സുഹൃത്തുക്കളെ, ഒരള്ളുണ്ട്, ഒരു സ്രഷ്ടാവുണ്ട്. ആ പടച്ചോന്റെ കണ്ണ് വെട്ടിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. അണുമണിത്തൂക്കം നന്മ ചെയ്താൽ അതും കാണും, അണുമണിത്തൂക്കം തിന്മ ചെയ്താൽ അതും കാണും. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ലോകത്തെ നമുക്ക് അഭിമുഖീകരിക്കണം. അതുകൊണ്ട് എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, കുടുംബങ്ങളോട് വന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഈ നാട്ടിൽ ഈ കുടുംബം ഇല്ലാതാക്കാൻ വേണ്ടി, ധാർമ്മികത ഇല്ലാതാക്കാൻ വേണ്ടി പല അഭ്യാസങ്ങളും വരും. അതിൻ്റെ പിന്നാലെ നമ്മൾ പോകാൻ പാടില്ല. അതിന് കൊണ്ടുവരുന്ന ആക്ടിവിസമാണ് LGBTQIA++ എന്ന് പറയുന്ന ആക്ടിവിസം. അതുപോലെ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ആശയം, അത് കുടുംബത്തെ തകർക്കാനാണ്, പാശ്ചാത്യ നാടുകളെ പോലെ നമ്മളെ നാടാക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ വഴിയിൽ നമ്മൾ പോകരുത് എന്നതാണ് ഈ ഫാമിലി കോൺഫറൻസിൻ്റെ സന്ദേശം.
അപ്പോൾ കുടുംബം, സമാധാനമുള്ള ഒരു കുടുംബം നമുക്ക് സാധ്യമാണ്. അതിന് പരലോക വിശ്വാസികളായി നമ്മൾ മാറണം. എല്ലാവരും ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമുക്കത് ചെയ്യാൻ കഴിയില്ല. കാരണം പരലോക വിശ്വാസം ഇല്ലാത്തവർക്ക് ഇതാണ് എല്ലാ രസവും ഹരവും അടിച്ചു പൊളിക്കൽ ഇവിടെയാണ്. നമുക്കിവിടെ അടിച്ചു പൊളിക്കാനുള്ളതല്ല, ഇത് പരീക്ഷണത്തിൻ്റെ ലോകമാണ്. ആ ചിന്തയോടുകൂടി മുന്നോട്ട് പോകണം. ഇനി 2 പ്രഭാഷണങ്ങൾ കൂടി ഇൻഷാ അല്ലാഹ് നമ്മുടെ കുടുംബം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ പരിഹാരവും അതുപോലെ മറ്റുള്ള വിശ്വാസപരമായ കാര്യങ്ങളും ചേർത്ത് വെച്ച് ഹാരിസ് മൗലവിയും ഹുസൈൻ സലഫിയുടെയും പ്രഭാഷണം കൂടിയുണ്ട്. അതുകൂടി കേൾക്കുമ്പോൾ നല്ല സ്വസ്ഥമായ ഒരു കുടുംബജീവിതത്തിനുള്ള നല്ല ഒരു ഫ്രെയിം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി വരും. അത് സ്വീകരിക്കാനും ഇനി മുതൽ പുതിയൊരു കുടുംബജീവിതവുമായി മുന്നോട്ട് പോകുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.